നമസ്കാരം. അമേരിക്ക ഇറാനെതിരെ വജ്രായുധം പ്രയോഗിച്ചു. ഗൾഫിലെ കളി ഇറാൻ കുരുക്കായി മാറി. ഇറാന്റെ നടപടികൾ അത് ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്ന UN നിരീക്ഷണം വന്നിരിക്കുന്നു. ആ UN നിരീക്ഷണം അമേരിക്കയ്ക്ക് ലഭിക്കുന്ന വലിയൊരു ആയുധമാണ്, അല്ലെങ്കിൽ ഒരു വജ്രായുധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ സ്വന്തം നിലയ്ക്കോ സഖ്യരാജ്യങ്ങളെ കൂട്ടുപിടിച്ചോ ഇറാനെതിരെ നീങ്ങിയിരുന്ന അമേരിക്കയ്ക്ക് ഇനി ഈ UN പ്രമേയത്തിന്റെ പിൻബലത്തിൽ വേണമെങ്കിൽ ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാം. അതുകൊണ്ട് തന്നെ ഗൾഫിൽ ഇറാൻ കളിച്ച ഈ കളികളൊക്കെ ഇറാന് കുരുക്കായി മാറുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു. അത് നിർണായകമാകുന്നു. ഇറാന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് എന്നും ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് എന്നുമുള്ള സുരക്ഷാ കൗൺസിലിന്റെ നിരീക്ഷണം ഇറാന് വലിയ തിരിച്ചടിയാവുകയാണ്. 13 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പ്രമേയം പാസാക്കിയെടുത്തിരിക്കുന്നത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു UN പ്രമേയം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പരാജയമാണ്. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിവരുന്ന നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന ശക്തമായിട്ടുള്ള താക്കീതാണ് ഇത് എന്നുള്ളത്. ഇറാന്റെ നടപടികൾ ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്ന UN നിരീക്ഷണം ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ലഭിക്കുന്ന വലിയൊരു ആയുധം കൂടിയാണ് എന്നതാണ്. ഇതുവരെ ലഭിച്ച, അല്ലെങ്കിൽ ഇതുവരെ സ്വന്തം നിലയ്ക്കോ സഖ്യരാജ്യങ്ങളെ കൂട്ടുപിടിച്ചോ ഇറാനെതിരെ നീങ്ങിയിരുന്ന അമേരിക്കയ്ക്ക് ഇനി ഈ UN പ്രമേയത്തിന്റെ പിൻബലത്തിൽ ഇറാനെതിരെ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാം. അന്താരാഷ്ട്ര നിയമലംഘനം എന്ന വാദം ഉന്നയിച്ച് ആവശ്യമെങ്കിൽ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ കടുപ്പിക്കുവാനും ഇനി അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ചുരുക്കത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇറാൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്നതിനും ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ അത് വരും ദിവസങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുന്നതിനുമൊക്കെ ഈ പ്രമേയം വഴിവെക്കും. ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്കെതിരെ ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ നടത്തുന്ന എല്ലാവിധ ആക്രമണങ്ങളും ഉടൻ അവസാനിപ്പിക്കണമെന്ന് സുരക്ഷാ കൗൺസിൽ തന്നെ കർശനമായിട്ട് ആവശ്യപ്പെടുക. ലോകത്തെ പ്രധാന വ്യാപാര പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക്, ആ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുവാനുള്ള ഇറാന്റെ നീക്കങ്ങളെ കൗൺസിൽ വളരെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളിലൂടെ പൗരന്മാർക്ക് ജീവഹാനി ഉണ്ടായതും കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ വൻ നാശനഷ്ടങ്ങളും പ്രമേയം എടുത്തു പറയുകയും അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ലോകരാജ്യങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ എത്തുന്നതും അവർ വളരെ ശക്തമായി ഇടപെട്ടു എന്നുള്ളതാണ്. ലോകസമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ UN കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രമേയമെന്നും ഇതിനെയൊക്കെ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നുവെന്നും ബഹ്റൈൻ പ്രതിനിധി ജമാൽ ഫറേസ് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളോടുമുള്ള നന്ദി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ വലിയ പിന്തുണ തങ്ങളുടെ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഇറാൻ നടത്തുന്ന നീതിരഹിതമായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള തിരിച്ചറിവാണ് എന്ന് കൂടി അവർ പറഞ്ഞിരിക്കുന്നു. അമേരിക്ക എന്ന് പറയപ്പെടുന്നത് ഏത് സമയത്തും എങ്ങനെയും പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇറാനെതിരെ ഇപ്പോൾ വജ്രായുധമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഗൾഫിലെ കളിയൊക്കെ ഇറാന് കിട്ടിയത് കുരുക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ചെയ്യുമ്പോഴും അവരെ അടിച്ചത് കൊണ്ടാണ് അവർ തിരിച്ചടിച്ചത് എന്നുള്ള വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഉടനടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കി. ഇറാന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് എന്നും ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് എന്നുമുള്ള സുരക്ഷാ കൗൺസിലിന്റെ നിരീക്ഷണം അതാണ് ഇപ്പോൾ ഇറാന് വലിയ തിരിച്ചടിയാകും. 13 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഈ UN പ്രമേയം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പരാജയമാണ്. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിവരുന്ന നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന ശക്തമായിട്ടുള്ള താക്കീത്. ഇറാന്റെ നടപടികൾ ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്ന UN നിരീക്ഷണം ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ലഭിക്കുന്ന വലിയൊരു ആയുധം കൂടിയാണ്. ഇതുവരെ സ്വന്തം നിലയ്ക്കോ സഖ്യരാജ്യങ്ങളെ കൂട്ടുപിടിച്ചോ ഇറാനെതിരെ നീങ്ങിയിരുന്ന അമേരിക്കയ്ക്ക് ഇനി ഈ UN പ്രമേയത്തിന്റെ പിൻബലത്തിൽ ഇറാനെതിരെ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാം എന്നുള്ളതാണ്. ലോകസമാധാനവും ഒപ്പം തന്നെ സുരക്ഷയുമൊക്കെ ഉറപ്പാക്കുന്ന ഒരു UN കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രമേയമെന്നും
ഇതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് എന്ന് ബഹ്റൈൻ പ്രതിനിധി അടക്കം പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ പ്രമേയത്തെ പിന്തുണച്ച എല്ലാ രാജ്യങ്ങളോടുമുള്ള നന്ദി അദ്ദേഹം അറിയിക്കുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ വലിയ പിന്തുണ അത് തങ്ങളുടെ രാജ്യങ്ങൾക്കെതിരായിട്ട് ഇറാൻ നടത്തുന്ന നീതിരഹിതമായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള തിരിച്ചറിവാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇറാനെതിരെ പ്രയോഗിക്കുന്ന ഒരു വജ്രായുധം എന്ന് പറയപ്പെടുന്നത് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഇത്തരത്തിലുള്ള പ്രമേയമാണ്. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ നടത്തിയ ഇറാന്റെ ആക്രമണങ്ങളാണ് ഇറാൻ കുരുക്കായി മാറിയത് എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാൻ നൽകും. അതുപോലെ തന്നെ ഇറാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ, ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ഒരിക്കലും അംഗീകരിക്കുവാൻ മറ്റുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയോ തയ്യാറല്ല എന്നുള്ളതാണ്. അമേരിക്ക ഇറാനെതിരെ ഇനിയും ആക്രമണങ്ങൾ നടത്തിയാൽ അതിനെതിരെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു വലിയ ശ്രമം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനം എന്നുള്ളത് അകലെയല്ല എന്ന് പ്രതീക്ഷിക്കാം.